അസ്സലാമു അലൈക്കും. നമ്മുടെ ഒരു പഴമീൻ പുഴയിലെ മത്തിയാണ്. അത് മുറിച്ച് പൊരിക്കുക, കറി വയ്ക്കുക, അതൊക്കെയാണ് ഇന്നത്തെ ഇത്. പിന്നെ മോളും മക്കളൊക്കെ ദുബായിൽ നിന്ന് വന്നിരിക്കുന്നു. അപ്പോൾ അവർക്ക് കൂട്ടാനൊക്കെ വേണ്ടിയിട്ടാണ്. അങ്ങനെ മക്കളെ നമ്മളെ മീൻ മുറിക്കലൊക്കെ കഴിഞ്ഞ് ഇനി കറി വെക്കണം, മീൻ പൊരിക്കണം, അതിനൊക്കെ പുറപ്പെടാം. പൊരിക്കാനുള്ള മീനും കറി വെക്കാനുള്ള മീനും രണ്ടും വേറെ വേറെ. ഇനി കറി വെക്കാനുള്ള സാധനം ഇതെല്ലാ സാധനവും ചട്ടിയിലിട്ടിക്കണം. പച്ചമുളക്, തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി, അതിലേക്ക് കുറച്ച് ഉലുവ ഇടുക. ഇനി പുളിവെള്ളം ഒഴിക്കുക. ഇതിൻ്റെ മക്കളെ ഞാൻ പുളിവെള്ളം ഒഴിച്ചിട്ടോ. എന്നിട്ട് ഉള്ളി, തക്കാളി ഇതെല്ലാം കൂടെ നല്ലോണം ഞെവിണ്ടി പാകാക്കുക. മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പൊക്കെ ഇട്ടിട്ട് നല്ലോണം ഞെവിണ്ടി പാകാക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടിയൊക്കെ കുറച്ചിടണുള്ളൂ. തോനിട്ടാൽ ഇവിടെ ആർക്കും എരിവ് പറ്റൂല. പിന്നെ ഇവിടെ നല്ല മീൻ കിട്ടും. പുഴയിലെ നല്ല മീൻ. വാപ്പ മീൻ പിടിക്കാൻ പോകും. വാപ്പ വരുമ്പോൾ നല്ല മീനൊക്കെ കൊണ്ടുവരും. നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ പറയണ്ടി. ചെമ്പല്ലുണ്ട്, ഏരിയുണ്ട്, പുഴയിലെ മത്തി ഉണ്ടാവും, എല്ലാം ഉണ്ടാവും. ഒക്കെ വേണമെങ്കിൽ പറയണ്ടി. എല്ലാവരും ഇനി കുറച്ച് വെള്ളം ഒഴിക്കുക. എന്നിട്ട് കൊണ്ടുപോയി അടുപ്പത്ത് വയ്ക്കുക. അടുപ്പത്തു നിന്നാണ് വെക്കൽ കറിയൊക്കെ. ഗ്യാസുമ്മ വെക്കലില്ല. ചട്ടി അങ്ങനെ അടുപ്പത്തേക്ക് വെച്ചിട്ടാ മീൻ കറി അടുപ്പത്തേക്ക് വെച്ചിരിക്കണമെങ്കിൽ അത് നല്ലോണം തിളക്കട്ടെ. എന്നിട്ട് നമുക്ക് മീനിട്ട് കൊടുക്കാം. അപ്പോൾ കറിയൊക്കെ റെഡിയാവും. ഇനി മീൻ കായം തേക്കണം. ഇത് മീൻ പൊരിക്കാനുള്ള വെളുത്തുള്ളിയാണ്. വെളുത്തുള്ളി ചതച്ച് ഇടുകയാണ്. മിക്സിയിലൊന്നും ചതക്കണില്ല. ഞങ്ങളൊക്കെ അങ്ങനെ തന്നെ ചെയ്യൽ. ഞങ്ങൾ ബിരിയാണിക്കൊക്കെ മിക്സി ഇട്ട് ചതയ്ക്കുള്ളൂ. മീനിലേക്കൊക്കെ അങ്ങനെ തന്നെ ഇടൽ. ഇത് ഉപ്പിടുകയാണ് കേട്ടോ. ഉപ്പിട്ട് കുറച്ച് ചെറുനാരങ്ങൻ്റെ നീരൊഴിക്കുക. ഒരു നാരങ്ങൻ്റെ നീരൊഴിക്കുന്നുണ്ട്. നല്ല പുളിക്ക് വേണ്ടിയിട്ടാണ്. നല്ല പുളി ഉണ്ടാകാനുള്ള രസം ഉണ്ടാവും. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുറച്ച് ഗരം മസാലപ്പൊടി, കുറച്ച് വെളിച്ചെണ്ണ. ഇനി ഇത് കുഴയ്ക്കുകയാണ്. കുഴച്ചിട്ട് നല്ല ഈ വരിങ്ങലിൻ്റെ ഉള്ളിലൊക്കെ ഈ വരിഞ്ഞില്ലേ മീൻ, അതിൻ്റെ ഉള്ളിലൊക്കെ നല്ലോണം ആക്കി കൊടുക്കുക. അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടാവും. നല്ല എരിവും പുളിയൊക്കെ നല്ലോണം പിടിക്കും. ഉപ്പൊക്കെ നല്ലോണം ആയാൽ നല്ല രസം ഉണ്ടാവും. മീൻ വേണമെങ്കിൽ നിങ്ങൾ ആരെങ്കിലും പറഞ്ഞുകൊണ്ട് തരണ്ട്. ചെമ്പല്ലി ഉണ്ടാവും, ഇരുമി ഉണ്ടാവും, മത്തി ഉണ്ടാവും, ഏരി ഉണ്ടാവും, എല്ലാ മീൻ ഉണ്ടാവും. ഏട്ടാ അങ്ങനെയുള്ളതൊക്കെ കൊണ്ടുവരലുണ്ട് ഇവിടെ. ഞങ്ങളിപ്പോഴല്ല വീഡിയോ ഇടുന്നത്. അതിനെക്കൊണ്ട് ഇപ്പോഴാണ് ഞങ്ങളിതൊക്കെ കാണിക്കുന്നത്. അല്ല ഇവിടെ ഇതിന് മുമ്പൊക്കെ നല്ല മീൻ കൊണ്ടുവരുന്നുണ്ടായിരുന്നു. ഇപ്പോൾ കുറവാണ്. ബീവിയെ കുറച്ച് കരിവേപ്പിൻ്റെ എല്ലാം എടുത്തുകൊണ്ടടിയേ. ഇപ്പം എല്ലാവരും ഉണ്ട്. മോളും മക്കളും ഒക്കെ ഉണ്ട്. അവരൊക്കെ ഇപ്പം അടുത്ത 9-ാം തീയതി പോകും. ഇപ്പോൾ മീൻ ഒക്കെ കായം തേച്ച് ഒക്കെ റെഡിയായി. ഉപ്പ് പോരാ. അപ്പോൾ കുറച്ചും കൂടി ഉപ്പിട്ട് ഇനി മീനിടുകയാണ്. ഇത് കൂട്ടാനൊക്കെ റെഡി ആയിരിക്കണം. ഇതൊന്ന്
താളിക്കണം. കുറച്ച് കരിവേപ്പ് ഇടുക. ഇതൊക്കെ ഒന്ന് ശരിയാക്കിയിട്ട് ഇറക്കി വെക്കുക.